ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി ഇൻ മലയാളം. ദ ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ മലയാളികളായിട്ടുള്ള മോഹൻലാൽ ഫാൻസ് ആയിട്ടുള്ള പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ കാണാൻ ആഗ്രഹിക്കുന്നു, മുരളി ഗോപിയുടെ എഴുത്ത് കാണാൻ ആഗ്രഹിക്കുന്നു, എഴുത്തിന്റെ പവർ കാണാൻ ആഗ്രഹിക്കുന്നു. ഓരോരുത്തരും വെയിറ്റ് ചെയ്യുന്ന ദ മോസ്റ്റ് അവൈറ്റഡ് സിനിമ എമ്പുരാൻ. അതിന്റെ ടീസർ ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രാൻഡ് ഇവന്റ് വെച്ച് തന്നെയാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്താ പറയാ, ഇത് പടം അനൗൺസ് ചെയ്ത് അന്നേ ഞാൻ ഫിക്സ് ചെയ്ത കേസാണ് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ഇൻ ഫസ്റ്റ് ഡേ എന്നുള്ളത്. ഞാൻ ഉറപ്പിച്ച കേസായിട്ടുള്ളൊരു മൂവിയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, തിയേറ്ററിൽ 2 തവണ ഞാൻ ലൂസിഫർ കണ്ടു. സത്യമായിട്ട് ഞാൻ 2 തവണ ഞാൻ ലൂസിഫർ കണ്ടൊക്കെ. ഒരു മോഹൻലാൽ ഫാൻ അല്ല ഞാൻ നല്ലൊരു കട്ട ഹേറ്ററാണ്. നമ്മളെ സത്യസന്ധമായിട്ട് പറയാൻ ഞാൻ കട്ട ഒരു മോഹൻലാൽ ഹേറ്റർ കൂടിയാണ് ഞാൻ. അത് വേറൊന്നും വിചാരിക്കരുത്, ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്. പക്ഷേ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ ഡയറക്ഷനിൽ മോഹൻലാലിനെ കാണുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. തീർത്താൽ തീരാത്തൊരു ഭാഗ്യമാണ്. പണി അറിയാവുന്ന ഫസ്റ്റ് പടത്തിൽ തെളിയിച്ച് എന്താ മലയാളത്തിൽ മോസ്റ്റ് കളക്ഷൻ നേടിയ ഒരു ചിത്രത്തിന്റെ ആദ്യ നവാഗത സംവിധായകനാണ് പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ യു ക്യാൻ ഇമാജിൻ ദാറ്റ്. ബ്രോഡാഡി ഒട്ടും മോശമല്ലായിരുന്നു. ഒരു ഫാമിലി എന്റർടൈനർ മൂവി, ഒരു ഫാൻ എലമെന്റ് ഒന്നും ബ്രോഡാഡിയിൽ ഇല്ലെങ്കിലും ഒരു ഫൺ എലമെന്റിനെ പറ്റിയ ഒരു തീർത്ത ഇപ്പൊ കണ്ടാൽ ഫ്രഷ്നെസ് തോന്നുന്ന ഒരു ചിത്രമാണ് ബ്രോഡാഡി. അതിന്റെ എന്താ പറയുക, അതിന്റെ ഒരു മറ്റൊരു തലത്തിൽ ലൂസിഫറുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും എമ്പുരാന് കാണത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ പടം ക്ലൈമാക്സ് എത്തിച്ചു വെച്ചേക്കുന്നത് തന്നെ അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ക്ലൈമാക്സിൽ നിന്നാണ് പടം തുടങ്ങുന്നതെന്നും പറയുന്നു. ലൈക്ര പ്രൊഡക്ഷൻസ് ആണ് ഇതിന്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ടീസർ ഇടുമ്പോൾ ഉറപ്പാണ് കോപ്പിറൈറ്റ് അടിച്ച് ഉണ്ടാക്കി തരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം ടീസർ എങ്ങാണത്. എന്തിനാ പറയുക, ഈ ടീസറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു വണ്ടിയിലിരുന്ന് കേൾക്കുന്നതിന്റെ ഒരു ഫോട്ടോ എടുത്ത് പൃഥ്വിരാജ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോറി തന്നെ മതിയായിരുന്നു. എന്റെ പൊന്നു തീയായിരുന്നു, തീ. നോക്കട്ടെ ടീസർ കണ്ടു. എന്നെങ്കിലും ഒരിക്കലും നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ, അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ടാകും. സ്റ്റീഫൻ. പഴയ കാറ്. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. He leads the most powerful mercenary hit group in Asia. Sir, we have the entire Kabuka cartel and the Qureshi Abram Nexus in one place. This is our chance. Shall we move in? അതിന്റെയൊക്കെ ഫ്രെയിം കാണുന്നവരുണ്ട്. ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണ്, ഇസ്ലാമിൽ അവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. He's coming back. Abram, Qureshi, Abram. I hear gunshots. We're moving in. Abram. This deal is with the devil. बस एक इशारा भाईजान, बस एक इंतजार रहेगा. खुदा हाफिज. സീരിയസ്ലി നമ്മുടെ
KGF സലാറിലൊക്കെ കണ്ട പരിചയമുള്ള ദ സെയിം ഫ്രെയിംസ് ഇൻ ഹോളിവുഡ് ലെവൽ. ഒരു മിഷൻ ഇമ്പോസിബിൾ ടോം ക്രൂസിന്റെ ഒക്കെ പടങ്ങളൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും. സംതിങ് ബ്ലെൻഡഡ് വിത്ത് ദാറ്റ്. അങ്ങനെ ഒരു കുറെ ഫ്രെയിംസ്. ടീസർ ഇങ്ങനെയാണെങ്കിൽ ട്രെയിലർ എന്തായിരിക്കും?